ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകി സുപ്രീം കോടതി. ബീഹാർ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകി സുപ്രീം കോടതി. അയ്യപ്പ സംഗമം നടത്താമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനാവില്ലെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. മാത്രമല്ല, സംഗമവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനായിരിക്കുമെന്നും പരാതിയുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം. ഹൈക്കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം അയ്യപ്പ സംഗമം നടത്താനെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. രാജ്യമാകെ വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട ബീഹാർ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മറനീക്കി പുറത്ത്. സംസ്ഥാനത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം വ്യാജ മേൽവിലാസത്തിൽ ചേർക്കപ്പെട്ടത് 80,000 വോട്ടുകൾ. 20 മുതൽ 500 വരെ വോട്ടർമാരെ ഒരുമിച്ച് ചേർത്ത് നിലവിലില്ലാത്ത മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്തതായും റിപ്പോർട്ടേഴ്സ് കളക്ടീവ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. പിപ്ര, ബാഘ, മോത്തിഹാരി മണ്ഡലങ്ങളിലാണ് വ്യാജ മേൽവിലാസത്തിൽ 80,000 പുതിയ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തിക്കൊണ്ടുവരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനുള്ള അടിയന്തര പ്രമേയത്തിൽ മറുപടി പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 12 മണി മുതലാണ് ചർച്ച ആരംഭിച്ചത്. പൊതുജനാരോഗ്യം പ്രാധാന്യമുള്ള വിഷയമാണെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആരോഗ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പള്ളിയിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുമെന്ന BJPയുടെ പോസ്റ്റർ വിവാദത്തിൽ. ഇടുക്കി മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സെപ്റ്റംബർ 17-ന് പ്രധാനമന്ത്രിയുടെ 75-ാം ജന്മദിനം ആഘോഷിക്കുമെന്നും തുടർന്ന് കേക്ക് മുറിക്കുമെന്നുമായിരുന്നു BJP പ്രവർത്തകരുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പള്ളിക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കി വികാരി ഫാദർ സെബാസ്റ്റ്യൻ അരോലിച്ചാലിൽ രംഗത്തെത്തി. പള്ളി അറിയാതെയാണ് പോസ്റ്റർ അടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പോസ്റ്ററുമായി രൂപതയ്ക്കോ ഇടവകയ്ക്കോ ബന്ധമില്ലെന്നും ദേവാലയത്തിന്റെ ചിത്രം ഉപയോഗിച്ച് പോസ്റ്റർ അടിച്ചത് ശരിയായില്ലെന്നും ഇടവക വിമർശനം ഉന്നയിച്ചു. 26 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് കേസിൽ കൊല്ലം അഞ്ചൽ സ്വദേശിനി സുജിതയെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. പരാതിക്കാരൻ തട്ടിപ്പുകാർക്ക് കൈമാറിയ പണം സ്വീകരിച്ച അക്കൗണ്ടുകളിലൊന്ന് സുജിതയുടേതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുജിതയെ കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തതും. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. വിശ്വാസികൾ ക്ഷേത്രങ്ങൾക്ക് പണം നൽകുന്നത് കല്യാണ മണ്ഡപം പണിയാനല്ലെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി. ക്ഷേത്രങ്ങളിലെ മിച്ചമുള്ള പണം ഉപയോഗിച്ച് വിവാഹ മണ്ഡപങ്ങൾ പണിയാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ നൽകാൻ സുപ്രീം കോടതി ചൊവ്വാഴ്ച വിസമ്മതിച്ചു. സംസ്ഥാനത്തെ 27 ക്ഷേത്രങ്ങളിൽ മിച്ചമുള്ള പണം ഉപയോഗിച്ച് കല്യാണ മണ്ഡപങ്ങൾ പണിയാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഓഗസ്റ്റ് 19-ന് ഉത്തരവിട്ടിരുന്നു. ഈ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതി സ്റ്റേ നൽകാൻ വിസമ്മതിച്ചത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ UP-യിലടക്കം വ്യാപകമായി ദുരുപയോഗിക്കുന്ന മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി പരിശോധിക്കും. നിയമം നിലവിലുള്ള 9 സംസ്ഥാനങ്ങൾക്ക് കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവർ നിർദ്ദേശിച്ചു. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, കർണാടക, സഖ്യ സർക്കാരുള്ള ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്കാണ് നോട്ടീസ്. ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി പുതിയ പ്രതിരോധ കരാർ ഒപ്പുവയ്ക്കാനൊരുങ്ങി ഖത്തർ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽധാനി, പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽധാനി എന്നിവരുമായി റൂബിയോ കൂടിക്കാഴ്ച നടത്തി. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഒരാഴ്ച പിന്നിടുന്ന വേളയിലാണ് മാർക്കോ റൂബിയോയുടെ സന്ദർശനം. പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജയുടെ പരാതിയെ തുടർന്ന് നടൻ അജിത് കുമാർ നായകനായ ആക്ഷൻ കോമഡി ചിത്രം ഗുഡ് ബാഡ് അഗ്ലി നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പിൻവലിച്ചു. തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ ചിത്രത്തിൽ ഉപയോഗിച്ചുവെന്ന ഇളയരാജയുടെ പരാതിയെ തുടർന്ന് സിനിമയുടെ പ്രദർശനം മദ്രാസ് ഹൈക്കോടതി നേരത്തെ വിലക്കിയിരുന്നു. ഇളയരാജയുടെ സംഗീതത്തിലുള്ള ഒത്തൊരൂപായ് താരേൻ, എൻ ജോഡി, മഞ്ഞക്കുരുവി, ഇളമൈ ഇതോ ഇതോ എന്നീ 3 ഗാനങ്ങളായിരുന്നു ചിത്രത്തിൽ ഉപയോഗിച്ചത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസോടെ വീണ്ടും കാണാം.
കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.